محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഇർഷാദുൽ ഇബാദ് സബക്ക് 54. നിസ്കാരത്തിൻ്റെ നേട്ടവും മഹത്വവും ശ്രേഷ്ഠതയും അതുപോലെ തന്നെ നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ഗൗരവവും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ റജബ് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റജബ് മാസം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ് എന്നെല്ലാവർക്കും അറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ മിഅ്റാജ് യാത്ര നടന്നത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഉമ്മത്തിന്, സ്നേഹനിധികളായ അടിമകൾക്ക്, വിശ്വാസികൾക്ക് നിസ്കാരമെന്ന അതിശ്രേഷ്ഠമായ ഇബാദത്ത് സമ്മാനമായി നൽകിയ ഈ മാസം നിസ്കാരത്തിൻ്റെ വാർഷിക മാസമായി കണക്കാക്കപ്പെടുകയാണ്. വാർഷികം കണക്കാക്കപ്പെടുന്ന മാസമായതുകൊണ്ട് തന്നെ നിസ്കാരത്തിനെ കുറിച്ചുള്ള മസ്അലകളും നിസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള കാര്യങ്ങളും ഒക്കെ പ്രത്യേകം പഠിക്കാൻ സമയം കണ്ടെത്തേണ്ടതും നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും ഒക്കെ ഈ സമയത്ത് റജബ് മാസത്തിൽ വളരെ അനിവാര്യമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി മുതൽ ഒരൊറ്റ നിസ്കാരവും നമ്മൾ ഖളാ ആക്കുകയില്ല എന്നും, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പരമാവധി നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുകയും പള്ളിയിൽ പോവാൻ കഴിയുന്നവർക്ക് പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുകയും ഇങ്ങനെ തുടങ്ങി നിസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള പ്രതിജ്ഞ പുതുക്കാൻ പ്രത്യേകം പരിഗണിക്കേണ്ടുന്ന ഒരു മാസമാണ് നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത്. ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. അല്ലാഹു തആല നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സമ്പൂർണമായി അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അത് നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ കിതാബിലേക്ക് കടക്കുകയാണ്. വഅഖ്റജ അഹ്മദു വബ്നു ഹിബ്ബാൻ, ഇമാം അഹ്മദ് തങ്ങളും ഇബ്നു ഹിബ്ബാനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, മൻ ഹാഫള അല സ്വലവാതി, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും സൂക്ഷ്മത പുലർത്തിയാൽ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യനിഷ്ഠ പുലർത്തിയാൽ, കാനത് ലഹു നൂറൻ വബുർഹാനം വനജാതൻ യൗമൽ ഖിയാമ, കാനത് ലഹു, ആ നിസ്കാരം അവനിക്കായി തീരുന്നതാണ്, നൂറൻ, പ്രകാശമായി തീരുന്നതാണ്, വബുർഹാനൻ, അവനിക്ക് അതൊരു തെളിവായി, ലക്ഷ്യമായി, അവൻ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച അടിമയാണെന്നുള്ളതിൻ്റെ ബുർഹാനായി, തെളിവായിട്ട് മാറുന്നതാണ്, വനജാതൻ, അവനിക്ക് അത് സുരക്ഷയാകുന്നതാണ്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അതേസമയം വമല്ലം യുഹാഫിദ് അലൈഹ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യനിഷ്ഠ പുലർത്താത്തവൻ, തോന്നുമ്പോൾ സ്വല്ലിയായി നിസ്കരിക്കുന്ന ആൾ, ലം യകുൽ ലഹു നൂറുൻ വലാ ബുർഹാനും വലാ നജാത്ത്, ലം യകുൽ ലഹു നൂറുൻ, അവനിക്കൊരു പ്രകാശവും ഉണ്ടാവുകയില്ല. അവൻ്റെ ഖബറിലോ മഹ്ശറിലോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രകാശം ഇല്ലാത്ത കൂരിരുട്ടുള്ള രീതിയിലായിരിക്കും അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ഖബറിൽ ദുൽമത്ത് നിറയും. അതുപോലെ തന്നെ മഹ്ശറിൽ അവൻ അഅമയായി, അല്ലെങ്കിൽ ഇരുട്ടിലായിരിക്കും അവൻ ഉണ്ടാവുക. അവനിക്ക് പ്രകാശമുണ്ടാകുന്നതല്ല. വലാ ബുർഹാനുൻ, അതേ ബുർഹാനുമില്ല, തെളിവുമില്ല. അവൻ മുസ്ലിമാണ്, അള്ളാഹുവിനെ അംഗീകരിച്ച അനുസരിച്ച അടിമയാണെന്നുള്ളതിന് തെളിവും അവനിക്ക് ഉണ്ടാവുകയില്ല. വലാ നജാഹ്, അതേ സുരക്ഷയും രക്ഷയും അവനെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്നതല്ല. വകാന യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവനായിരിക്കും മഅ ഖാറൂന വഫിർഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്, അല്ലേ, അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന കാഫിറുകളുടെ നേതാക്കളോടുകൂടെ, മഅ ഖാറൂൻ, ഖാറൂന്റെ കൂടെയായിരിക്കും അവൻ, ഫിർഔൻ, ഫിർഔനിന്റെ കൂടെയായിരിക്കും, വഹാമാൻ, ഹാമാനിന്റെ കൂടെയായിരിക്കും, ഉബയ്യ് ഇബ്നു ഖലഫ്, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയായിരിക്കും. ഖാറൂനും ഫിർഔനും ഹാമാനും ഒക്കെ അധികാരമുള്ളതിൻ്റെ പേരിലും മുതലുള്ളതിൻ്റെ പേരിലും, അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു ഖലഫ്, ഈ ഉമ്മത്തിൽ ഏറ്റവും അഭിശപ്തനായ കാഫിറായ ഉബയ്യ് ഇബ്നു ഖലഫ്, അവനെ ഈ കൂട്ടത്തിൽ എണ്ണിയത് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ, ഈ ഉമ്മത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടായ ഒരു കാഫിറിനെ കൂടി ആ കൂട്ടത്തിൽ എണ്ണുമ്പോൾ അതെന്താണ്, അത്രയും അഷ്ടയായ
കാഫിറാണ് എന്ന് ഉലമാ രേഖപ്പെടുത്തിയത് കാണാം. ഉബയ്യ് ഇബ്നു ഖലഫ്, അയാൾ കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ ഫിറഔൻ വലിയ അധികാരിയായിരുന്നു, ഖാറൂൻ വലിയ മുതലുള്ള ആളായിരുന്നു, ഹാമാനും അതുപോലെ തന്നെ വലിയ അധികാരം ഉള്ള ആളായിരുന്നു. അവരൊക്കെ എവിടെയാണോ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ചത്തുപോയത്, എന്നിട്ട് അവരൊക്കെ എവിടെയാണോ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, അവരുടെ കൂടെയായിരിക്കും നിസ്കരിക്കാത്തവൻ, നിസ്കാരം ഉപേക്ഷിച്ച് നടന്നവൻ ഉണ്ടാവുക എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിസ്കാരം മുതലുള്ളതിൻ്റെ പേരിൽ ആ മുതലിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണോ ഉപേക്ഷിച്ചത്? അധികാരമുള്ളതിൻ്റെ പേരിൽ അധികാരത്തിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണോ ഉപേക്ഷിച്ചത്? കച്ചവടത്തിൻ്റെ പേരിലാണോ ഉപേക്ഷിച്ചത്? എങ്ങനെയായാൽ അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഖാറൂനും ഫിറഔനും ഹാമാനും ഉബയ്യ് ഇബ്നു ഖലഫിനൊക്കെ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അധികാരങ്ങൾ, സമ്പത്തുകൾ, അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ നൽകപ്പെട്ടവരായിരുന്നു. ആ രീതിയിൽ നമ്മൾക്കും സൗകര്യം കൂടുമ്പോൾ ചിലപ്പോൾ നിസ്കാരം ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും അല്ലാഹു തആല തന്ന നിഅമത്തിൽ മതിമറന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് നിസ്കാരം മറന്നുപോയി നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളായി മാറിയിട്ടാണോ? എന്നാൽ അങ്ങനെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളൊക്കെ ആസ്വദിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ഈ അഭിശപ്തന്മാരോട് കൂടെയാണ് അവൻ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് ചത്തുപോയ ഏക കാഫിറാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഹദീസ് അറിയിക്കുന്നത് നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള ഗൗരവമാണ്. തുടരട്ടെ. മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുകയാണ്. ബൈനർ റജുലി വ ബൈനൽ കുഫ്രി തർക്കു സ്വലാ, ഒരാളുടെയും കുഫറിന്റെയും ഇടയിൽ ഉള്ളതെന്താണ്? തർക്കുസ്വല, നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരാളുടെയും കുഫറിന്റെ ഇടയിലുള്ള വ്യത്യാസം തർക്കുസ്വല, നിസ്കാരം ഉപേക്ഷിക്കലാണ്. അല്ലെങ്കിൽ ഒരാളുടെയും കുഫറിന്റെയും ഇടയിൽ അവനെ എത്തിച്ചേർക്കുന്നത്, അനുബന്ധമായിട്ടുള്ളത് തർക്കുസ്വല, നിസ്കാരം ഉപേക്ഷിക്കലാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരം ഉപേക്ഷിക്കൽ അവനെ കുഫറിലേക്ക് എത്തിച്ചേർക്കുന്നതാണ് എന്നർത്ഥം. ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി തർക്കുസ്വല, ഒരാളുടെയും കുഫറിന്റെ ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണെന്ന് പറഞ്ഞാൽ, ഒരാൾ മുസ്ലിമാണോ എന്നാൽ നിസ്കരിക്കുന്നവനായിരിക്കും, കാഫിറാണോ എന്നാൽ അവൻ നിസ്കാരം ഉപേക്ഷിക്കുന്നവനായിരിക്കും. ഇങ്ങനെയാണ് ഒരു മുഅ്മിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം. ഒരടിമ അവൻ കുഫറിലേക്ക് എത്തിച്ചേരുന്നത് നിസ്കാരം ഉപേക്ഷിക്കൽ കൊണ്ടാണ്. ഇതൊക്കെയാണ് ഹദീസിന്റെ ആശയം. തർക്കിബിയായ മാന പറഞ്ഞ് സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അഹ്മദ് വ തിർമിദി വ നസായി വ ഇബ്നു മാജ വ ഹിബ്ബാൻ വൽ ഹാക്കിം അൻ ബുറൈദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. അൽ അഹ്ദു അല്ലദി ബൈനനാ വ ബൈനഹുമുസ് സ്വലാ, നമുക്കും അവർക്കുമിടയിൽ, അതായത് മുനാഫിക്കുകൾക്കും ഇടയിലുള്ള കരാറ് അസ്വലാത്തു, നിസ്കാരമാണ്. അൽ അഹ്ദു അല്ലദി ബൈനനാ വ ബൈനഹുമുസ് സ്വലാ, അതായത് മുനാഫിക്കുകൾ നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അവരെ കൊല്ലാത്തത്. നമുക്കും അവർക്കിടയിലുമുള്ള നിസ്കാരമാണ്. മുനാഫിക്കുകൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ആ ഒരു കരാറ് കൊണ്ടാണ് അവര് നമ്മളെ കൂട്ടത്തിൽ കൂട്ടുന്നത്, കൊല്ലപ്പെടാതെ അവർ രക്ഷപ്പെടുന്നത്. ഒമൻ തറക്കഹ ഫഖദ് കഫറ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ തീർച്ചയായും കാഫിറായിരിക്കുന്നു. അപ്പോൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണെന്ന് പ്രത്യക്ഷത്തിൽ അറിയിക്കുന്ന ഹദീസുകളുടെ പരമ്പര തന്നെ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരുപാട് ഹദീസ് എന്താകുകയാണ്? കാഫിറായി, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറായി എന്ന അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇമ്മത്ത് പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പറയാം. ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്നു, മൻ തറക്ക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറൻ, ആരെങ്കിലും നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ ജിഹാറൻ, അവൻ പരസ്യമായി തീർച്ചയായും കാഫിറായിരിക്കുന്നു, അവൻ വ്യക്തമായ കാഫിറാണ്. അപ്പോൾ കാഫിറിനെ കൊല്ലപ്പെടുന്നത് പോലെ അവനെ കൊല്ലപ്പെടേണ്ടതാണ്. കാഫിർ കൊല്ലപ്പെടുന്നത് പോലെ അവനെയും കൊല്ലാൻ അർഹതപ്പെട്ടവനാണെന്നർത്ഥം. അല്ലെങ്കിൽ
പിന്നെ അത് ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നതെങ്കിൽ അവൻ കാഫിറാണ് എന്നർത്ഥം. അതിൽ പിന്നെ തർക്കമില്ല. അങ്ങനെ പല ഇൻഷാ അല്ലാഹ് തഅ്വീലുകളൊക്കെ ശേഷം വരുന്നുണ്ട്. ഏതായാലും പ്രത്യക്ഷത്തിൽ നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്നാണ് ഹദീസിന്റെ ബാഹ്യമായ വായന. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുള്ള സനദുഹാ ഹസനും, ആ റിവായത്തിന്റെ സനദ് വളരെ നല്ലതാണ്. എന്താണ്? ഉറൽ ഇസ്ലാമി ഹസനാണ്. എന്താണ്? ഉറൽ ഇസ്ലാമി വ ഖവാഇദുദ്ദീനി സലാസുൻ, ഇസ്ലാമിന്റെ അടിത്തറ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ സലാസുൻ, 3 കാര്യങ്ങളാണ്. അലൈഹിന്ന ഉസ്സിസൽ ഇസ്ലാം, അതിൻ്റെ മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം അടിത്തറയാക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ മേലാണ്. അങ്ങനെ 3 കാര്യങ്ങൾ. മൻ തറക വാഹിദതൻ മിൻഹുന്ന, അതിൽ നിന്ന് ആരെങ്കിലും ഒരു കാര്യം ഉപേക്ഷിച്ചാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. ഹലാലുദ്ദമി, അവൻ്റെ രക്തം ഹലാലാണ്, അവനെ കൊല്ലൽ ഹലാലാണ്. അതേതാണ് 3 കാര്യം? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 1 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തു കലിമയാണ്. വസ്വലാത്തുൽ മക്തൂബ, രണ്ടാമത്തത് ഫറള് നിസ്കാരമാണ്. വസൗമു റമദാന, 3 റമദാൻ മാസത്തിലെ നോമ്പാണ്. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ ഫഹുവ കാഫിറുൻ ഹലാലുദ്ദമി. അപ്പോൾ വളരെ ഗൗരവമുള്ളതാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. താരിഖ് സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള തെറ്റാണ്. ഒരൊറ്റ വഖത്ത് നിസ്കാരം ഖളാ തന്നെ അവൻ്റെ പേര് നരകത്തിൻ്റെ കവാടത്തിങ്കൽ എഴുതപ്പെടുന്നു എന്നുവരെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ ആ നിലയിൽ വളരെ ഗൗരവമുള്ളതാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്, നിസ്കാരം ഖളാ ആക്കുക എന്നുള്ളത്. അതേസമയം നിസ്കാരം പറ്റേ ഉപേക്ഷിച്ച് താരിഖ് സ്വലാത്ത് എന്ന് പേര് പറയപ്പെടുന്ന ആ രൂപത്തിൽ, നിസ്കരിക്കാത്തവൻ എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ നടക്കുന്ന ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നുള്ള വിഷയത്തിൽ തന്നെ ഉലമാഇന്റെ ഇടയിൽ തർക്കം നടക്കുകയാണ്. ഹദീസിന്റെ ബാഹ്യാർത്ഥം വെക്കുകയാണെങ്കിൽ അതെ കാഫിറാണ് എന്നതിൻ്റെ അർത്ഥം അത് ഉലമാ പല നിലക്കും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു റിവായത്തും കൂടി വായിക്കട്ടെ. വഫി റിവായത്തുൻ ഉഖ്റ സനദുഹാ ഹസൻ, നല്ല ഹസനായ സനദുഹാ ഹസനുൻ ഐദൻ, ഇനിയും ഹസനായ മറ്റൊരു റിപ്പോർട്ടിലും ഉണ്ട്. മൻ തറക വാഹിദതൻ മിൻഹുന്ന ഫഹുവ ബില്ലാഹി കാഫിർ, ആരെങ്കിലും നിസ്കാരത്തിൽ നിന്ന് വല്ലതും ഉപേക്ഷിക്കുകയാണെങ്കിൽ, അല്ല ഇതന്നെ ഈ ഹദീസിനെ കുറിച്ച് തന്നെ, ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഹുവ ബില്ലാഹി കാഫിർ, അവൻ അള്ളാഹുവിനെ കൊണ്ട് നിഷേധിച്ചവനാണ്. വലാ യുഖ്ബലു മിൻഹു സർഫും വലാ അദ്ലുൻ എന്നും കൂടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവനിൽ നിന്നൊരു ഫറളോ സുന്നത്തോ ഒന്നും സ്വീകരിക്കപ്പെടുന്നതല്ല. അവൻ കാഫിറാണ്. അവൻ മറ്റേത് കാര്യങ്ങൾ ചെയ്താലും ഫറളും സുന്നത്തുമായ ഒരു അമലും അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല. ഫഖദ് ഹല്ല ദമുഹു വ മാലുഹു, അവൻ്റെ രക്തം ഹലാലാണ്, അവൻ്റെ മുതൽ ഹലാലാണ്. അപ്പോൾ മുതൽ കണ്ടുകെട്ടേണ്ടതാണ്, അവനെ കൊല്ലൽ ഹലാലാണ്. ആ രൂപത്തിൽ അവൻ എന്താണ് രക്തത്തിന് വിലയില്ലാത്ത, ജീവിക്കാൻ അർഹതയില്ലാത്ത ആളായി അവൻ മാറിപ്പോയി. തിർമദി റിപ്പോർട്ട് ചെയ്യുന്നു,